ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. പിന്നെ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലൊന്ന് വഴുതനങ്ങ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ വഴുതനങ്ങ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. നമ്മൾ ആകെ എടുത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയാണ്. വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ ചെറിയൊരു തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ആദ്യം ഒരു മുട്ട, ഒരു വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വലിയ വഴുതനങ്ങ, അതുകൊണ്ട് തന്നെ ഒരു മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.25 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഒരു വഴുതനങ്ങയ്ക്ക് വേണ്ട അളവുകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങയിൽ നന്നായിട്ട് കോട്ടായി നിൽക്കണം, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർക്കാം എന്ന് പറഞ്ഞത്. അധികം കോട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വഴുതനങ്ങയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെജിറ്റേറിയൻസിന് ഈ ഒരു മുട്ട ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. മുട്ട ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് കോട്ടായി കിട്ടും നമുക്ക്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മസാല കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. വഴുതനങ്ങയുടെ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാനോ ചീനച്ചട്ടിയോ ഏതാണെന്ന് വെച്ചാൽ ചൂടാക്കാൻ വയ്ക്കുക. ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം. കുറച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. എല്ലാ വഴുതനങ്ങയും എടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിലേക്കുള്ള വഴുതനങ്ങ ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി പാനൊക്കെ ചൂടാക്കി എണ്ണയൊക്കെ ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം എണ്ണ ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർക്കുക. അധികം വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ ബർണറിൽ വയ്ക്കുക, ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ വേറെ ബൗളിൽ കുറച്ച് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാനാണ്. നമ്മുടെ കോട്ടിങ് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ മുട്ടയിൽ കോട്ട് ചെയ്ത ആ ഒരു വഴുതനങ്ങ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ എടുക്കുക. ഈ പൊടിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തട്ടുക. ഇതുപോലെ ഒന്ന് സൈഡിൽ തട്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ നമ്മൾ വഴുതനങ്ങയുടെ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട വഴിയെ തന്നെ പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എണ്ണ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കുക. ഒരു സമയത്ത് ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ നമുക്ക്. ഇതുപോലെ കുഴിവുള്ള ചട്ടിയാണെങ്കിൽ, പരന്ന ചട്ടിയാണെങ്കിൽ 6-7 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇട്ട ഉടനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോട്ടിങ് മുഴുവൻ പോവും. ഇത് നമ്മൾ മസാല ആദ്യം കോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ എടുത്തിട്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോട്ടിങ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടാമത് ഒന്നുകൂടി കോട്ട് ചെയ്തിട്ട് എണ്ണയിലിടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചോറിൻ്റെ കൂടെ ഇപ്പോൾ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണിത്. അപ്പോൾ ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ ഈ ഒരു സമയത്ത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ പീസുകളെല്ലാം ഇട്ടിട്ട് ഒരു
അര മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. നമ്മളൊരു അര മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മുട്ടയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ പത്തിരിപ്പൊടിയിൽ ഇതുപോലെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടി ആകുമ്പോൾ കൂടുതൽ ക്രിസ്പി ആയിരിക്കും. വഴുതനങ്ങയുടെ പുറം ഭാഗം നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോട്ടിങ് പിടിച്ചു വരില്ല. അതുകൊണ്ടാണ് ഈ 2 പ്രാവശ്യം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കളർ വേണം, ഗസ്റ്റിനൊക്കെ പ്രസൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനി അധികം ഇളക്കി കൊടുക്കണ്ട, ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതുപോലെ അനക്കാതെ വയ്ക്കുക. ഇടയ്ക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റട്ടെ എല്ലാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ തയ്യാറാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ. നല്ലൊരു സൈഡ് ഡിഷാണ് ചോറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.